achieve food. അപ്പൊ ഇതാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു കഥയോ കവിതയോ ഒക്കെ തന്നു കഴിഞ്ഞാൽ വായിച്ചു നോക്കി എഴുതാനൊക്കെ സിമ്പിൾ ആണ് അല്ലെ, കുറച്ചെങ്കിലൊക്കെ എളുപ്പമുണ്ടായിരിക്കും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കബീർദാസ്, തുളസിദാസ് അതുപോലെയുള്ള വളരെ പ്രാചീനമായിട്ടുള്ള കവികളുടെ ദോഹകളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ദോഹ എന്ന് പറയുന്നത്. നമ്മുടെ കബീർദാസ് ഹിന്ദി വളരെ 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 ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് നമ്മുടെ കബീർദാസ്. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള 5-6 ദോഹകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 3 എണ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് മിസ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാനുള്ള എത്ര ദോഹകളുണ്ടോ അതിന്റെയൊക്കെ അർത്ഥം നന്നായി മനസ്സിലാക്കിയിട്ട് എല്ലാ ദോഹയെ കുറിച്ചും എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും 1-2 ദോഹയുടെ എക്സ്പ്ലനേഷൻ എഴുതാനായിട്ട് എന്തായാലും ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മിസ്സിന്റെ മക്കൾ എല്ലാവരും മിടുക്കരായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ദോഹയിലേക്ക് പോവാം. അപ്പൊ ദോഹയിലേക്ക് കടക്കുന്നതിന് മുന്നേ കബീർദാസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, കബീർദാസ് ജനിച്ചത് എപ്പോഴാണെന്ന് നോക്കൂ. ജന്മ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മരിച്ച ഇയറും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡേറ്റും ഡേയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. ജനിച്ചത് കാശിയിലാണ് ആൻഡ് മരിച്ചത് മഗഹറിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ബീജക്, സാഖി, സബദ്, രമായിനി. ബീജക്, സാഖി, സബദ്, രമായിനി. ഓക്കെ, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് ഒക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത നോക്കൂ, അദ്ദേഹത്തിന്റെ വിശേഷതകൾ, എന്തൊക്കെ സ്പെഷ്യാലിറ്റികളാണ് കബീർദാസിന് ഉണ്ടായിരുന്നത് എന്നാണ് നോക്കുന്നത്. ഭക്തികാൽ കെ നിർഗുൺ ജ്ഞാനാശ്രയി കവി. ഭക്തികാലത്തിന് നിർഗുണ ജ്ഞാനാശ്രയി ശാഖയിലുള്ള ഒരു കവിയായിരുന്നു. ഏകേശ്വരവാദി കവി ഥേ. അദ്ദേഹം ഒരു ഏകദൈവ വിശ്വാസം ത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവത്തിന് രൂപമില്ല, നിറമില്ല, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, മാനവതാക്ക് പ്രവർത്തക. അദ്ദേഹം എന്താണ്? മാനവതയുടെ ഒരുപാട് അമാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും നമുക്കില്ലേ കബീർദാസിന്റെ ദോഹകൾ വായിക്കുന്ന സമയത്ത് അത് ഇപ്പോഴും എന്താണ്? വളരെ പ്രാസംഗികമാണ്, അതായത് ആനുകാലിക പ്രസക്തി ഉള്ളതാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലും ഒരുപാട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കവിതയിൽ, അദ്ദേഹത്തിന്റെ ദോഹയിൽ അദ്ദേഹം ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന ജാതി സംബന്ധമായ പ്രശ്നങ്ങളായിക്കോട്ടെ, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അനാചാരങ്ങളായിക്കോട്ടെ, ആഡംബരങ്ങളായിക്കോട്ടെ, ഒരുപാട് ദൈവവിശ്വാസങ്ങളായിക്കോട്ടെ അല്ലെ, ഭയങ്കര ഒരുപാട് അല്ലേ, ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു കബീർദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ദോഹയിലൂടെ ശബ്ദമുയർത്താനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു കവിയായിരുന്നു കബീർദാസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കബീർദാസിന്റെ കുറച്ച് ദോഹകൾ പഠിക്കാനുണ്ട്. അപ്പൊ ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദോ പങ്ക്തിയോ വാലി കവിത. ഓൺലി 2 ലൈൻസ്, 2 ലൈൻസ് മാത്രമുള്ള കവിതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദോഹ എന്ന് പറയുന്നത്. അപ്പൊ ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പേപ്പർ കബീർദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഗുരു ഗോവിന്ദ ദോ ഖടേ കാക്കേ ലാക്കു ഭായ് ബലിഹാരി ഗുരു ആപ്നെ ജിന് ഗോവിന്ദ ദിയോ ബത്താ. എന്താ പറയുന്നത്? നമ്മുടെ മുന്നില് ഗുരു ഗോവിന്ദ്, നമ്മുടെ ദൈവവും അതുപോലെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഗുരുക്കന്മാരും എല്ലാവരും നിരന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരെയാണ് വണങ്ങേണ്ടതെന്നാ പറയുന്നത്? ഗുരുവിനെയാണ്. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവ് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുവിനെയാണ്. അദ്ദേഹമാണ് ദൈവത്തെക്കാളും വലുതാണ് അദ്ദേഹം എന്നാ പറയുന്നത്. അദ്ദേഹമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആ ഇരുട്ടിനെ മാറ്റി പ്രകാശം കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ടീച്ചറാണ്, ഗുരുവാണ്. അതുകൊണ്ട് നമ്മുടെ ഗുരുവിനെയും ദൈവത്തെയും ഒക്കെ മുന്നിൽ ഒരുമിച്ച് കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഗുരുവിനെ വന്ദന ചെയ്യണം, അദ്ദേഹത്തെ നമ്മൾ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് ദോഹകളും ഒരുപാട് ഭയങ്കരമായിട്ടുള്ള പ്രാസംഗികതയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കബീർദാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദോഹ എന്ന് പറയുന്നത് എന്താണ്? ദോ പങ്ക്തിയോ വാലി, 2 വരികളുള്ള കവിതയാണ് ദോഹ.
പ്രത്യേക പങ്ക്തി മേ ദോ ദോ ചരൺ, പ്രത്യേകമായിട്ടുള്ള രണ്ട് ലൈൻ മാത്രം. ഹർ ദോഹ അപ്നെ മേ പൂർണ്ണ ഹെ, ആ രണ്ട് വരികൾ വായിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അത് പൂർണ്ണമാണ് അല്ലെ, കംപ്ലീറ്റ് ആണ്, എല്ലാ അർത്ഥം കൊണ്ട് അത് കംപ്ലീറ്റ് ആണ്. കബീർദാസ് കവി ബന്നെ കെ ലിയെ കവിത നഹി ലിഖ്തേ थे, കബീർദാസ് കവി ആവാനായിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. തത്കാലീൻ അന്ത परंपराओं से जनता को सचेत करने के लिए कबीर दोहों का गायन करते थे. ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള അന്ധമായിട്ടുള്ള പരമ്പരകളെ ഒക്കെ ജനതയുടെ ഉള്ളിൽ ഒരു സോച്ച് അല്ലെ, ഒരു സചേത, അവരൊന്ന് ബോധവലിക്കാനായിട്ട് അല്ലെ, അതിനൊന്ന് ഒരു അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ആണ് കവിതകൾ, നമ്മുടെ കബീർദാസ് ദോഹകള് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ദോഹയാണ് ബുരാ ജോ ദേഖൻ മേ ചലാ ബുരാ ന മിലിയാ കോയി ജോ ദിൽ ഖോജാओ ആപ്ന മുജ്സാ ബുരാ ന കോയി. അപ്പൊ എന്താ പറയുന്നത്, ബുരാ ജോ ദേഖൻ മേ ചലാ, ബുരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോശമായിട്ടുള്ള കാര്യങ്ങള്, കുറ്റങ്ങള്. അപ്പൊ ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടന്നു. ബുരാ ജോ ദേഖൻ മേ ചലാ, ബുരാ മോശമായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ നടന്നു. ബുരാന മിലിയാ കോയി അല്ലെ, എനിക്ക് ചില കുറ്റങ്ങളോ മോശങ്ങളോ അല്ലെ, മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും മിലാൻ എനിക്ക് കിട്ടിയില്ല. ജോ ദിൽ ഖോജോ ആപ്ന, ഞാന് എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോ, ഞാൻ എന്റെ ഹൃദയത്തിലോട്ട് നോക്കിയ സമയത്ത് മുജ്സാ ബുരാ ന കോയി, എന്നെക്കാളും മോശമായിട്ടുള്ള ഒരു വൃത്തികെട്ടവൻ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് കബീർദാസ് പറയുന്നത് അല്ലെ. മോശമായിട്ടുള്ള കുറ്റങ്ങൾ അല്ലെ, മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, കുറ്റങ്ങളൊക്കെ നമ്മളെല്ലായ്പ്പോഴും തെരഞ്ഞു ഇങ്ങനെ നടക്കും, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ എന്റെ ഉള്ളിലേക്ക് തന്നെ, എന്റെ ഹൃദയത്തിലേക്ക് തന്നെ ഞാൻ നോക്കിയ സമയത്ത് അവിടെ എനിക്ക് കുറച്ച് മോശം കാര്യങ്ങളൊക്കെ, അവിടെ എനിക്ക് കുറച്ച് കുറ്റമൊക്കെ പറയാനുണ്ട് അല്ലെ, എന്നെക്കാളും മോശമായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ ഞാൻ എത്തി എന്നാണ് നമ്മുടെ കബീർദാസിന്റെ ആദ്യത്തെ ദോഹയിൽ പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ഭാവാർത്ഥം പറയാൻ പോവാണ്. കവി कहते हैं कि बुरे लोगों को ढूंढने वे चले. കവി എന്താ പറയുന്നത്, അദ്ദേഹം ആ ബുരേ ലോഗോं को, മോശമായിട്ടുള്ള ആളുകളെ തെരഞ്ഞ്, ढूंढते वे चले, ढूंढना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെർച്ച് ചെയ്തിട്ട് അല്ലെ, തെരഞ്ഞ് ഇങ്ങനെ നടന്നു, മോശമായിട്ടുള്ള ആളുകളെയൊക്കെ നോക്കിക്കൊണ്ട് അല്ലെ തെരഞ്ഞിങ്ങനെ നടന്നു. ലേക്കിൻ കോയി ബുരാ ആദ്മി നഹീ മിലാ, പക്ഷേ ഒരു ബുരാ ആദ്മീൻ, ഒരു മോശമായിട്ടുള്ള ആളെ പോലെ എനിക്ക് കാണാൻ സാധിച്ചില്ല. अंत में उन्होंने अपने दिल में समान बुरा अंत में उन्होंने अपने दिल में खोजा, അവസാനമായപ്പോ അവൻ എന്ത് ചെയ്തു, അപ്നെ ദിൽ മേ, അവന്റെ മനസ്സിലേക്ക് എനിക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അല്ലെ, ഒന്ന് ഇങ്ങനെ ടോർച്ചടിച്ച്, സ്വന്തം ഹൃദയത്തിലോട്ട് ഒന്ന് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് എന്ത് സംഭവിച്ചു, അർത്ഥാത് അപ്നെ ബാരേ മേ സോച്ച, ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ച സമയത്ത് തബ് സമജ് ലിയാ കി അപ്നെ സമാൻ ബുരാ ദൂസരാ കോയി നഹീ ഹെ, ഞാന് ആളുടെ ബാക്കിയുള്ള ആളുകളെയൊക്കെ നോക്കിയപ്പോ എനിക്ക് ആരെയും കിട്ടിയില്ല, പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് ഇങ്ങനെ നോക്കിയ സമയത്ത് മോശമായിട്ടുള്ള ഒരാളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. കവി കാ മത്ലബ് യേ ഹേ കി ദൂസറോं की बुराइयों पर ध्यान देने के पहले अपने आप को सुधारना चाहिए. അപ്പൊ നമ്മുടെ ദോഹയില് നമ്മുടെ കബീർദാസ് കവി പറയുന്നത് എന്താണ്, ബാക്കിയുള്ള ആളുകളുടെ കുറ്റങ്ങളിലേക്ക് ഇങ്ങനെ ചെകയുന്ന സമയത്ത്, ചെകയാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങളൊന്ന് നോക്കണം അല്ലെ. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ ഇംപെർഫെക്ഷൻസ് ഇങ്ങനെ പുറത്തെടുത്താൽ മതി അല്ലെ, അവരുടെ ഇംപെർഫെക്ഷൻസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമില്ല. അപ്പൊ എന്താണ്, നമ്മള് ബാക്കിയുള്ള ആളുടെ കുറ്റകൃത്യങ്ങളോ അവരുടെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് നടക്കാൻ പാടില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുക അല്ലെ. അപ്നേക്കോ പെഹചാനെ വാലാ ഹി സച്ചാ ജ്ഞാനി ഹെ, നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെ. ഇപ്പൊ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ മനുഷ്യനാന്ന് പറയുന്നതിൽ കാര്യമില്ല അല്ലെ. അപ്പൊ എങ്ങനെയുള്ള ആളാണ് ജ്ഞാനി, അറിവുള്ള ആള് എന്നാണ് കബീർദാസ് പറയുന്നത്, സ്വന്തം മനസ്സിലാക്കിയിട്ട ആളുകൾ. അപ്നെ ആപ്കോ, നമ്മളെ വിലയിരുത്തുന്ന ആള്, നമ്മളിപ്പോ എനിക്ക് എന്നെ വിലയിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ കുറ്റങ്ങളും എന്റെ കുറവുകളും എന്തൊക്കെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു ജ്ഞാനിയാണ്, ഞാനൊരു അറിവുള്ള ആളാണ്
ആളാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ കുറ്റങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ടോർച്ച് അടിച്ച് നോക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ മോശങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ മോശം കുറ്റങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടല്ലേ പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പെർഫെക്റ്റ് ആക്കി നിർത്തുക, ബാക്കിയുള്ള ആളുകളുടെ ഒന്നും കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കുറ്റകൃത്യങ്ങളും കുറവുകളും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പോവരുത്. ക്ലിയർ ആണോ മക്കളെ? യെസ്, നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ദോഹയിലേക്ക് പോവാണ്. കുറച്ചുകൂടി രസമായിട്ടുള്ള ദോഹയാണ് അല്ലെ. ലഘുതാ സേ പ്രഭുതാ മിലേ, പ്രഭുതാ സേ പ്രഭു ദൂരി, ചീട്ടിയിലെ ശക്കർ ചലി, ഹാത്തി കെ സുർധുരി. യെസ്, ഭയങ്കര രസമായിട്ടുള്ള ഒരു ദോഹയാണ്. ലഘുതാ സേ പ്രഭുതാ മിലേ, പ്രഭുതാ സേ പ്രഭു ദൂരി, ചീട്ടിയിലെ ശക്കർ ചലി, ഹാത്ത് കെ സിർ ധൂരി. അപ്പൊ എന്താണ് നോക്കാം. വിനയത്തിലാണ് ദൈവികത ഉള്ളത് അല്ലെ. ലഘുദാസേ, നമ്മൾ എപ്പോഴും എന്താവണം, ഭയങ്കര സിമ്പിൾ ആവണം, വിനയത്തോടുകൂടി ജീവിക്കണം. ഓക്കെ, പ്രഭുദാസേ പ്രഭു ദൂരി, നമ്മുടെ അഹങ്കാരം കൊണ്ട്, പ്രഭുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഹങ്കാരം. നമ്മള് അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ അഹങ്കാരത്തിൽ നിന്നിട്ട് ദൈവത്തിന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. നമ്മളെ അഹങ്കാരത്തിലൂടെ ദൈവത്തിന് നോക്കുന്ന സമയത്ത് ദൈവം നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുന്ന പറയുന്നത്, അകന്ന് പോവുകയാണ് ചെയ്യുക. ചിട്ടിയിലെ ശക്കർ ചലി, ആ ഉറുമ്പുകള് മധുരം കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു ചെറിയ ഉറുമ്പ്, ഒരു ചെറിയ പഞ്ചസാര മണി പോലും അല്ലെ, ഒരു ചെറിയ മണി പോലും അതിങ്ങനെ താങ്ങി ഇങ്ങനെ കൊണ്ടുപോകുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെയോ നമ്മുടെ ഏറ്റവും വലിയ, ഇപ്പൊ നമ്മൾ ഉറുമ്പിനെ ആനേനെ വെച്ച് കമ്പയർ ചെയ്യാണ്. അപ്പൊ ആനയുടെ തലയിൽ ഒരു ചെറിയ പൊടി ഉണ്ടെങ്കിൽ പോലും അത് അവിടെ കിടക്കും അല്ലെ, ആ പൊടി അതും കൊണ്ടാണ് നടക്കുക. പക്ഷേ നമ്മുടെ ഉറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഒരു ഒരു പഞ്ചസാരയുടെ ഒരു വലിയ കട്ട, ഒരു ചെറിയ ഇതും കൊണ്ടുമാണ് ഇങ്ങനെ പോകുന്നത് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളോട് എപ്പോഴും വിനയത്തിൽ ജീവിക്കാനാണ് പറയുന്നത്. അഹങ്കാരത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ലൈഫിൽ വിജയിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അഹങ്കാരം ഒഴിവാക്കി നിർത്തണം. അതുപോലെ ദൈവത്തിനെ അറിയണം എന്നുണ്ടെങ്കിൽ അഹങ്കാരമൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു ദോഹയിലൂടെ കബീർദാസ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം കൂടെ ഒന്ന് നോക്കാം. कवि कहते हैं कि हम विनम्रता दिखाए तो हमें ഈശ്വരീയത്വ मिलेगा. നമ്മൾ ഇങ്ങനെ വിനയത്തോടു കൂടി അല്ലേ, നമ്മൾ നല്ല വിനയത്തിൽ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ദൈവികത മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ലേക്കിൻ ഹം അഹങ്കാർ ദിഖായെ തോ ഈശ്വർ ദൂർ ഹോഗ. നമ്മൾ അഹങ്കാരമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് വീണ്ടും 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 അകന്നു പോവുകയാണ് ചെയ്യുക. ഉദാഹരണം കേലിയെ, ഒരു ഉദാഹരണത്തിന്റെ രൂപത്തിൽ പറയാണ്. കവി കെഹത്തെ ഹേ കി ചോട്ടി ചീണ്ടി, ഒരു ചെറിയ ഉറുമ്പ്, ചീണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉറുമ്പ് ഉസ്സെ ബഡാ ശക്കർ, അതിനേക്കാളും വലിയ പഞ്ചസാരയെ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ലേക്കിൻ ബഡീ ശരീർ വാലെ, പക്ഷെ വലിയ ശരീരമുള്ള നമ്മുടെ ഹാത്തി എന്ത് ചെയ്യുന്നുണ്ട്, സിർ പർ മലിൻ ധൂല്, നമ്മുടെ വലിയ ശരീരമുള്ള ആനയുടെ തലയില് ഫുള്ള് മലിനായിട്ടുള്ള പൊടിയാണുള്ളത്. പക്ഷെ നമ്മുടെ ആ ചെറിയ ഉറുമ്പിന്റെ തലയിൽ എന്താണുള്ളത്, ഉറുമ്പിനേക്കാളും വലിയ ഒരു പഞ്ചസാര തരിയാണുള്ളത്. കവി കാ മത്ലബ് യേ ഹൈ കി ഹം ദൂസറോं से विनय के साथ व्यवहार करें तो ഈശ്വർ സദാ ഹമാരെ സാത്ത് रहेगा. നമ്മള് ബാക്കിയുള്ള ആളുകളോട് അല്ലെ, ഹം ദൂസറോ സേ, ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ആളുകളോട് വിനയ കെ സാത്ത്, വളരെ വിനയപൂർവ്വം നമ്മൾ വ്യവഹാർ കരെ, പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ ഈശ്വർ സദാ, ഈശ്വരൻ എപ്പോഴും ഹമാരെ സാത്ത് ഹോങ്കെ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അഹങ്കാർ സേ ജിയെ തോ ഈശ്വർ ഹമേ ചോട് ദേങ്കെ. അഹങ്കാരത്തോടെ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. മൂല്യഹീന ആധ്യാത്മികത पर आलोचना करके यहाँ कवि विनम्रता के മഹത്വക്കെ ബാരേമേ ജ്ഞാൻ ദേത്തേ ഹേ. നമ്മളോട് വിനയത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ഒരിക്കലും അഹങ്കാരത്തോടു കൂടി നമ്മൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിൽ നല്ലതുണ്ടെങ്കിലേ ഉള്ളൂ അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. ഇപ്പൊ മിസ്സിന്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ടാങ്കിലുള്ളതേ പൈപ്പിലൂടെ വരുള്ളൂ എന്ന് അല്ലെ. അപ്പൊ നമ്മുടെ ടാങ്കിൽ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഈ ബ്രെയിനിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ, നല്ലത് ചിന്തിക്കുകയാണെങ്കിൽ നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ.
അഹങ്കാരത്തോടെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചെകുത്താനായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നമ്മള് ആ ദൈവത്തോട് എന്ത് ചെയ്യണം, നന്നായിട്ട് നല്ല അഹങ്കാരമൊന്നും ഇല്ലാതെ വിനയത്തോടു കൂടി നമ്മൾ എല്ലാവരോടും പെരുമാറുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ദൈവം ഉണ്ടാവുന്ന പറയുന്നത്. അഹം ദൂർ ഹോനേസ്യ മഹത്വ ബഡ്താഹെ, അഹങ്കാരം ദൂരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ 2 ദോഹ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ ദോഹയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ കബീർദാസിന്റെ 3 ദോഹകൾ നമ്മൾ പഠിച്ചു ചെയ്യും. അപ്പൊ നോക്കൂ, ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേ ന കോയി, ജോ സുഖമേ സുമിരൻ കരേ तो दुख कहे होई. ഭയങ്കര രസമായിട്ടുള്ള ഒരു ദോഹയാണ്. दुख में सुमिरन सब करे सुख में करे न कोई, जो सुख में सुमिरन करे तो दुख को काये होई. എന്താണ് ദുഃഖമേ സുമിരൻ സബ് കരേ, നമ്മള് ആ ദുഃഖം വരുമ്പോ സുമിരൻ അല്ലെ, നമ്മള് ദൈവത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ സങ്കടം വരുന്ന സമയത്ത് ആരെ ആലോചിക്കുക, ദൈവമേ അല്ലെ, നീ എന്താണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് ദുഃഖം വരുന്ന സമയത്ത് ആരെ ചിന്തിക്കാറുണ്ട്, ദൈവത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട് അല്ലെ. സുഖമേ കരേന കോയി, നമ്മൾ നല്ല സുഖത്തിൽ നല്ല പീസ്ഫുൾ സമാധാനം സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനെ ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, സങ്കടം വരുമ്പോഴോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ദൈവത്തെ ആലോചിക്കാറുള്ളൂ. അല്ലാതെ ദുഃഖം വരുന്ന സമയത്ത്, സങ്കടം ഇല്ലാതെ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ കുറിച്ച് ആലോചിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മള് ജോ സുഖമേ സുമിരൻ കരേ, സുഖത്തില് ദൈവത്തെ ഓർക്കുന്ന ആൾക്ക് ദുഃഖത്തില് ദൈവം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മള് എപ്പോഴും സുഖത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ദൈവത്തെ ആലോചിക്കാറേ ഇല്ല. പക്ഷെ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ദൈവത്തെ ആലോചിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഭാവാർത്ഥം നോക്കാം. कबीर दास कहते हैं कि दुख में हम सब ईश्वर का स्मरण करते हैं അല്ലെ. സ്മരൺ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർക്കുക. അപ്പൊ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ദൈവത്തെ ആലോചിക്കാറുണ്ട്. ലേക്കിൻ സുഖ के अवसर पर कोई भी ईश्वर का स्मरण नहीं करता. പക്ഷേ സുഖ के अवसर पर, സുഖമുള്ള സമയത്ത് നമ്മൾ ആരും തന്നെ ദൈവത്തെ കുറിച്ച് ആലോചിക്കാറ് പോലും ഇല്ല. कवि पूछते हैं कि जो लोग सुख में ईश्वर का स्मरण करते हैं तो उनको दुख कैसे होगा. അപ്പൊ ദേവൻ ചോദിക്കുകയാണ്, ജോ ലോഗ്, ഏതാളുകളാണോ സുഖമേ, സുഖത്തിലെ ദൈവത്തിനെ ആലോചിക്കുന്നത്, അവരുടെ കൂടെ ദുഃഖത്തിലെ ദൈവം ഉണ്ടാവോ അല്ലെ. ഉൻകോ ദുഃഖ് कैसे होगा, അവർക്ക് ദുഃഖം എങ്ങനെയാ ഉണ്ടാവുക എന്ന് പറയുന്നത്. സുഖത്തിലെ ദൈവത്തെ ആലോചിക്കുന്ന ആളുകൾക്ക് ദുഃഖം ഉണ്ടാവുകയില്ല എന്നാ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, ദുഃഖത്തിലാണ് ദൈവത്തെ ആലോചിക്കുന്നത്, നമ്മൾ സുഖത്തിൽ ദൈവത്തെ ആലോചിക്കാറേ ഇല്ല. പക്ഷേ സുഖത്തിലെ ദൈവത്തെ ആലോചിക്കുന്ന ആളുകൾക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അർത്ഥാത് ഹമേശ ഈശ്വർ സ്മരൺ മേ രഹനെ വാലോം കോ ദുഃഖ് കഭി നഹി ഹോതാ. എപ്പോഴും ദൈവത്തെ കുറിച്ച്, എപ്പോഴും ദൈവത്തെ കുറിച്ച് ആലോചിക്കുന്ന ആളിന് എന്തുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യഹാ ജീവൻ മേ ഈശ്വർ സ്മരൺ കി ജറൂരത് കവി ഹമേ സിഖാത്തെ ഹെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശ്വരനെ സ്മരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് ജറൂരത്ത് അല്ലെ, അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. സച്ചി ആധ്യാത്മികത കെ മൂല്യ പർ കവി യഹാ പർ ബൽ ദേത്തെ ഹെ അല്ലെ. നല്ല ആത്മീയത, എന്താണ് സത്യമായിട്ടുള്ള ആത്മീയത എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യം കൂടെ നമ്മളടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ്, എല്ലാവരും ദുഃഖത്തിൽ മാത്രമാണ് ദൈവത്തിനെ ആലോചിക്കാറുള്ളത്, സുഖമുള്ള സമയത്ത് ദൈവത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. പക്ഷെ സുഖമുള്ള സമയങ്ങളിൽ ദൈവത്തിനെ ആലോചിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അദ്ദേഹത്തിന്റെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് തത്വം എന്ന് പറയുന്നത്, സുഖ ഓർ ദുഃഖമേ ബി ഈശ്വർ കാ സ്മരൺ കർണാ ചാഹിയെ. നമ്മള് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ആരെ സ്മരിക്കണം, ദൈവത്തെ സ്മരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കബീർ ദാസ് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ദോഹകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു 4-5 എണ്ണം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ആ ഒരു 4-5 എണ്ണത്തിന് എല്ലാവരും നന്നായിട്ട് വായിച്ചത്, ഒരു എക്സ്പ്ലനേഷൻ നന്നായിട്ട് എഴുതാനായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. വളരെ ഈസിയാണ്, ഒന്ന് വായിച്ചു നോക്കി വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക, നന്നായിട്ട് എഴുതുക. കബീർ ദാസിന്റെ ദോഹ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു so much.